ചരിത്രമെന്നത് ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമായി പറയാറുണ്ട്. ഭൂതകാലത്ത് ഉണ്ടായി വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള വസ്തുതകൾ, സംഭവങ്ങൾ, ഓർമ്മകൾ, അനുഭവങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ വർത്തമാനകാലത്തെ ജീവിതത്തെ പല രീതികളിൽ സ്വാധീനിക്കുകയും അത് പിന്നീട് ഭാവി കാലത്തേക്കുള്ള ചില സൂചകങ്ങളായി, ചില രീതികളായി, ചില ആവേഗങ്ങളായി ഒക്കെ തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും ചരിത്രം വിശദീകരിക്കാറുള്ളൂ. നമുക്കിവിടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായി വന്ന ചരിത്രം, നമ്മളൊക്കെ ദേശീയ ചരിത്രം എന്ന് വിളിക്കുന്ന ചരിത്രം, അത് കേവലമായിട്ടുള്ള ഒരു ദേശീയത മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് പറയുക മാത്രമല്ല ചെയ്തത്. ഒരു ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഉണ്ടായി വന്നു എന്നുള്ളത് മാത്രമല്ല പറഞ്ഞത്. ഇന്ത്യയുടെ ദേശം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശരാഷ്ട്രം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകളും അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ പോലെയുള്ള പുസ്തകത്തിൽ, അല്ലെങ്കിൽ മൗലാന ആസാദിൻ്റെ രചനകളിൽ, അല്ലെങ്കിൽ രാജേന്ദ്ര പ്രസാദിൻ്റെ പുസ്തകങ്ങളിൽ, ഇങ്ങനെ മഹാത്മാഗാന്ധിയുടെ രചനകളിൽ, ഇങ്ങനെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അവർ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നമുക്കിങ്ങനെയൊരു സൂചന, അവർ കണ്ട, ഒരു പക്ഷേ അവർ ആഗ്രഹിച്ച ഒരു ഇന്ത്യയുടെ സംസ്കാരം, ജീവിതശൈലി, ഭരണരൂപം, സമൂഹരൂപം ഒക്കെ എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ അവരുടെ രചനകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം വന്നിട്ടുള്ള, അത് ദേശീയവാദികളായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളായാലും ശരി, അവർ എഴുതിയ ചരിത്രരചനകളിലും ഇതേ തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചരിത്രകാരന്മാരെന്ന് വിളിക്കുന്ന ആളുകൾ അവരെ പലപ്പോഴും സോഷ്യലിസ്റ്റുകളായി അവരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഗാന്ധിയന്മാരായി അവരെ കണക്കാക്കിയിട്ടുണ്ട്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളായി അവരെ കണക്കാക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ചരിത്രകാരന്മാരുടെ ഇടയിൽ തന്നെ അവരുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ വേർതിരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ നിരവധി തവണയായി, ലക്കങ്ങളിലായി, എപ്പിസോഡുകളിലായി പരിശോധിച്ച് വന്നിട്ടുള്ളത് ഹിന്ദുത്വ ചരിത്രരചനയെക്കുറിച്ചും ഈ ഹിന്ദുത്വ ചരിത്രരചന ഉൽപ്പാദിപ്പിക്കുന്ന, പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞു വന്നത്. ഇവർക്കങ്ങനെ ഒരു ഭാവി സങ്കല്പമുണ്ടോ? ആ ഭാവി സങ്കല്പം ഉണ്ടെങ്കിൽ അതെന്താണ്? എങ്ങനെയുള്ളൊരു ഭാവിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത്? ഒരു ഹിന്ദുത്വ രാഷ്ട്രീയക്കാരനും ഒരു ഹിന്ദുത്വ ചരിത്രകാരനും അല്ലെങ്കിൽ ചരിത്രകാരിക്കും ഒക്കെയുള്ള ഭാവി ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവരുടെ ചരിത്ര ദർശനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് ആയിട്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു മാപ്പിൽ കാവിക്കൊടി പാറുന്ന ഒരു ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ മാപ്പ്, അത് അടുത്ത കാലത്തായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാവിക്കൊടി പാറുന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിൽ നമുക്ക് തെക്ക് കിഴക്കേ ഏഷ്യ മുഴുവനും, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എന്ന് വെച്ചാൽ തെക്കേ ഏഷ്യ മുഴുവനും, അതിനോടൊപ്പം തന്നെ ചൈനയെയും കൂടി ഈ മാപ്പിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ ആരുടെയെങ്കിലും ഒരു ഇമാജിനേഷൻ, ഒരു ഭാവനയിൽ കൽപ്പിതമായിട്ടുള്ളൊരു മാപ്പായിരിക്കാം.
പക്ഷെ മാപ്പിലൂടെ കാണുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഭാവി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കകത്ത്, ഇപ്പോൾ കാണുന്ന ഇന്ത്യക്കകത്ത് ചുരുങ്ങിക്കിടക്കുന്ന ഒന്നല്ല എന്നുള്ളതും, അതേസമയം തന്നെ പറ്റുമെങ്കിൽ ഏഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക്, ശക്തം എന്ന് വിളിക്കപ്പെടുന്ന ചൈനയടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ള സങ്കല്പം അതിൻ്റെ പുറകിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഗോത്ര സമൂഹങ്ങളടങ്ങുന്നതാണ്, വ്യത്യസ്ത മതവീക്ഷണങ്ങളടങ്ങുന്നതാണ്, സാമൂഹ്യ വീക്ഷണങ്ങളടങ്ങുന്നതാണ്. അത്തരത്തിലുള്ള സാമൂഹ്യ വീക്ഷണങ്ങളും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവയെല്ലാം തന്നെ കാവിയണിയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടൊരു ഹിന്ദുമത രാഷ്ട്രസങ്കല്പത്തിൻ്റെ കീഴിലേക്ക് വരുന്ന ഒരു ഭാവി ദർശനമാണ് ഈ കൊടി അവതരിപ്പിക്കുന്നത്. ഈ കൊടി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു ഭാവിയെക്കുറിച്ചുള്ളൊരു ചൂണ്ടുപലകയായിട്ട് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. ഇതേ തരത്തിലുള്ളൊരു മറ്റൊരു മാപ്പ് 1989 അയോധ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് ഏഷ്യാ ഭൂഖണ്ഡം മുഴുവനും വരുന്ന രീതിയിലുള്ളൊരു മറ്റൊരു മാപ്പ് അന്ന് വിശ്വഹിന്ദു പരിഷത്തുകാർ പ്രചരിപ്പിച്ചിരുന്നു. അവിടെ കൊടിയൊന്നായിരുന്നില്ല, അതിന് പകരം അവർ പ്രചരിപ്പിച്ചിരുന്ന ഭാരതാംബ എന്ന് പറയുന്നൊരു സങ്കല്പമായിരുന്നു. അവിടെ കൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചിട്ടുള്ള ആ മാപ്പിൽ ഈ ഭാരതാംബയുടെ ഒരു വ്യാപനം എന്ന് പറയുന്നത് ഏതാണ്ട് ഏഷ്യ മുഴുവനും, പശ്ചിമേഷ്യ ഒഴിച്ച് ബാക്കി ഏതാണ്ട് ഏഷ്യ മുഴുവനും ആണ് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാവി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദേശീയ രാഷ്ട്രമായ ഇന്ത്യയെക്കുറിച്ചല്ല ഒരു ഹിന്ദുത്വവാദി സ്വപ്നം കാണുന്നത്. പറ്റുമെങ്കിൽ അത് ഏഷ്യയിൽ മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന, പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, പക്ഷേ ബാക്കിയുള്ള പ്രദേശങ്ങൾ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന രാഷ്ട്രമായിട്ട് ആണവർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെയൊക്കെ തന്നെ പ്രശസ്തമായിട്ടുള്ള ലെബൻസ് റോം, പ്ലേസ് ടു ലിവ് ഇൻ എന്ന് പറയുന്ന സങ്കല്പവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒന്നാണ്. ലോകം മുഴുവനും ജർമ്മൻകാർക്ക് താമസിക്കാവുന്നൊരു സ്ഥലമായിട്ട് കണ്ടുകൊണ്ടുള്ളൊരു പ്ലേസ് ടു ലിവ് ഇൻ എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണോ ഹിറ്റ്ലർ അവതരിപ്പിച്ചത്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം യൂറോപ്പ് മുഴുവനും ആക്രമണം നടത്തി. യൂറോപ്പ് മാത്രമല്ല, ആഫ്രിക്കയുടെ വടക്ക് ഭാഗമടക്കം ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ നമുക്ക് അതിന് തുല്യമായിട്ടുള്ളൊരു സങ്കല്പത്തിലേക്ക് ഒരു സെമി ഇമ്പീരിയലിസ്റ്റായ ഒരു അർദ്ധ സാമ്രാജ്യ സ്വഭാവമുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമുക്കിവിടെ ഹിന്ദുത്വവാദികൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം ഇതിൻ്റെ ഇടയ്ക്ക് കൂടി മോദി, ഇന്നത്തെ നമ്മുടെ ആകാശവാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പ്രസ്താവനയിലൂടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. കാരണം അദ്ദേഹം വിമർശിക്കുന്ന അവിടെ കോൺഗ്രസിനെയാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറയുന്നത് അവർ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായി വരുന്ന വിഭവസമാഹരണം നടത്തി ജനങ്ങൾക്കിടയിൽ അത് മുഴുവൻ വിതരണം ചെയ്യുമെന്നാണ്. അതായത് നികുതി പണം പിരിച്ചുകൊണ്ട് ഈ നികുതി പണം പിരിച്ച് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യും. അത് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന ന്യായ് എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ മറ്റൊരു രൂപമാണ് പറയുന്നത്. പക്ഷേ മോദിക്കതിനോടുള്ള പ്രതികരണം വളരെ വളരെ ശ്രദ്ധേയമാണ്. മോദി അതിനോട് പ്രതികരിക്കുന്നത്, അതിൻ്റെ അർത്ഥം നമ്മളെപ്പോലെയുള്ള ആളുകളുടെ പണം മുഴുവനും കോൺഗ്രസ്സുകാർ സമാഹരിച്ചിട്ട് അത് മുഴുവൻ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. നമ്മളതിന് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതായത് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ ഇവിടെ പറയുകയാണെങ്കിൽ, ഇപ്പറയുന്ന ഭാവി ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യ കേവലമായ ഹിന്ദു ഇന്ത്യ ആയിരിക്കുമെന്നും അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അന്യമതസ്ഥർക്ക്, പൊതുവിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരിക്കുകയില്ലെന്നും വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു യാതൊരു തരത്തിൽ സംശയത്തിന് ഇടവരുത്താത്ത രീതിയിലാണ് മോദി അവിടെ ഈ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പ്രത്യേക രാഷ്ട്രത്തിൻ്റെ
അവരുടെ നികുതി പിരിച്ചുണ്ടാക്കുന്ന പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രത്യേക രാഷ്ട്രത്തിനകത്തുള്ള മൊത്തം ജനവിഭാഗങ്ങൾക്ക് തുല്യമായി വിതരണം ചെയ്യാനുള്ള അവകാശം ഈ രാഷ്ട്രത്തിനുണ്ട്. അഥവാ ഈ രാഷ്ട്രത്തിൻ്റെ ധാർമ്മികതയാണ്, ബാധ്യതയാണ്. അത്തരത്തിലുള്ളൊരു ബാധ്യതയെക്കുറിച്ച് മാത്രമേ മറ്റവർ പറയുന്നുള്ളൂ. ഇവിടെ ആ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം സബ്സിഡൈസേഷനായിട്ട് മോദി അങ്ങ് എടുക്കുകയാണ്. ഹിന്ദുക്കളുടെ പണം കൊള്ളയടിച്ച് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റുന്നതോടുകൂടി സംഭവിക്കുന്നത് വേറൊന്നുമല്ല, ഹിന്ദുക്കളുടെ പണം, ഹിന്ദുക്കളുടെ ആസ്തി, ഹിന്ദുക്കളുടെ സ്വത്ത്, ഹിന്ദുക്കളുടെ ജന്മാവകാശം എന്ന് പറയുന്ന ഇന്ത്യയാണെന്നും ഈ ഇന്ത്യക്കകത്തുനിന്നുള്ള പണം മറ്റാർക്കും തന്നെ വിതരണം ചെയ്യാനുള്ള അർഹതയില്ലെന്നും അങ്ങനെ വിതരണം ചെയ്യുന്ന അധാർമികമാണെന്നും അത് ഹിന്ദുത്വ വിരുദ്ധമാണെന്നും പറഞ്ഞു ഫലിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മോദി ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഇന്ത്യയായിരിക്കും. കേവലമായി ഹിന്ദുക്കൾ ഭരിക്കുന്നൊരു ഇന്ത്യയെക്കുറിച്ചല്ല മോദിയുടെ സങ്കല്പം. ഹിന്ദുക്കൾ ഭരിക്കുക അല്ലെങ്കിൽ ഒരു മെജോറിറ്റേറിയൻ ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഹിന്ദുക്കളെ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിലിരുത്തുന്ന ഒരു രാഷ്ട്രമെന്നുള്ള നിലയിലല്ല മോദി ഇതിനെ കാണുന്നത്. അതിന് പകരം ഹിന്ദുക്കൾ ജീവിക്കുന്ന, അധിവസിക്കുന്ന, സ്വത്തുടമകളാകുന്ന, സമ്പത്തിൻ്റെ ഉടമകളാകുന്ന, മുഴുവനും വിഭവങ്ങളും കൈയടക്കുന്ന മറ്റൊരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പമാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് ലോകം മുഴുവനും വ്യാപിക്കുന്ന, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഏഷ്യ മുഴുവനും വ്യാപിക്കുന്നൊരു ഇന്ത്യ, മറുവശത്ത് അതിനോടൊപ്പം തന്നെ ഈ ഏഷ്യ മുഴുവനും വ്യാപിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് കേവലമായി ഹിന്ദുക്കളുടെ ഇന്ത്യ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന സങ്കല്പം. ഈ ആശയത്തിൻ്റെ, അപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ രൂപം മാത്രമല്ല അതോടൊപ്പം തന്നെ ആകുന്നത്, അതൊരു ദേശനിർമ്മിതി കൂടിയാണ്, ഒരു സംസ്കാര നിർമ്മിതി കൂടിയാണ്, ഒരു ജോഗ്രഫി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായി അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സങ്കല്പമായിട്ട് മാറുകയാണ്. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മോദിക്കും അല്ലെങ്കിൽ ഇസ്രയേലിനെ പോലെയുള്ള രാജ്യവുമായിട്ടുള്ള മോദിക്കുള്ള താല്പര്യവും അവരുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ സങ്കല്പം വീണ്ടും അവിടെ വരുന്നുണ്ട്. കാരണം ഇസ്രയേൽ ഇതേ രീതിയിൽ ജൂതന്മാരുടെ ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്ന പ്രദേശമാണ്. ആ വാഗ്ദത്ത ഭൂമിയായിരുന്ന പ്രദേശത്തിന് വേണ്ടി ജൂതന്മാർ നിരവധി കാലത്തേക്ക് അവരതിനു വേണ്ടി പോരാടി എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ പോരാട്ടങ്ങളൊന്നും നടന്നു കാണുകയില്ല. പക്ഷേ ഏറ്റവും അടുത്ത കാലത്ത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സയണിസ്റ്റുകൾ നടത്തി. അങ്ങനെയുള്ള ആ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന അവർക്ക് നൽകപ്പെട്ടു. ഈ വാഗ്ദത്ത ഭൂമിയിൽ അധിവസിക്കുന്ന ജൂതന്മാർ പാലസ്തീനിയന്മാരെയോ മറ്റോ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഗാസാമുനമ്പനെ കീഴടക്കുമ്പോൾ അവിടുത്തെ ഇപ്പോൾ അവരുടെ ആശുപത്രികളടക്കം അടിച്ച് തകർത്ത് അവിടെ ജനങ്ങളെ മുഴുവൻ വധിക്കുമ്പോൾ അങ്ങനെയുള്ള വധത്തിനെ ഒരുപക്ഷെ പൊതുവിൽ പറഞ്ഞാൽ അതിനോടൊരു മാനവികമായ ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇവർ അതുമായിട്ട് അതിനോട് അനുദപിക്കുന്നു എന്നൊക്കെ പറഞ്ഞേക്കാമെങ്കിലും അടിസ്ഥാനപരമായി വാഗ്ദത്ത ഭൂമിയിൽ ഉള്ള ജൂതന്മാർക്ക് അവർക്ക് അത്തരത്തിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ വാഗ്ദത്ത ഭൂമി വ്യാപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രമെന്നുള്ള പേരിൽ മോദി പിന്തുണയ്ക്കുമെന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ, ഇസ്രയേൽ, മോദി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ പൊളിറ്റിക്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ജോഗ്രഫിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രം, ആ ജോഗ്രഫിക്കൽ പൊളിറ്റിക്സ് സൃഷ്ടിക്കുന്ന ഒരു ഹിന്ദുദേശം, ആ ഹിന്ദുദേശം വെറും മെജോറിറ്റേറിയൻ മാത്രമല്ല, അതൊരു തരത്തിലുള്ള എക്സ്ക്ലൂസിവിസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാവരെയും പുറന്തള്ളുന്ന, ഹിന്ദുക്കളായിട്ട് കണക്കാക്കപ്പെടാത്ത അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ട് സ്വയം അംഗീകരിക്കാൻ തയ്യാറാവാത്ത എല്ലാവരെയും ഇവിടുന്ന് പുറന്തള്ളുന്ന, അവർക്കൊരു പക്ഷേ പൗരത്വം പോലും നിഷേധിക്കുന്ന ഒരു പുതിയൊരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് നമുക്കിതിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ ഇപ്പോൾ മോദിയുടെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSSൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യക്തമാകും. അങ്ങനെ വരുമ്പോൾ ചരിത്രത്തിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമാനുഗത സ്വഭാവം ഇവിടെ ഉണ്ടെന്ന് കാണാം. ഒരു കാലഘട്ടത്തിൽ ആര്യന്മാരുടെ ഭൂമി, ആര്യാവർത്തം എന്ന് പറയുന്ന സങ്കല്പം, ഈ ആര്യാവർത്തം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ആര്യബ്രാഹ്മണന്മാരെ അധിവസിപ്പിക്കുകയും
അതിനോടൊപ്പം തന്നെ മറ്റുള്ള ജനവിഭാഗങ്ങളെയൊക്കെ തന്നെ അവരെ കീഴിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. പിന്നീട് അതിനുശേഷം വരുന്നൊരു ഭാരതവർഷം. ആ ഭാരതവർഷം എന്ന് പറയുന്നത് ഭരതൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കീഴിൽ ഈ പറയുന്ന ആര്യന്മാരെന്ന് വിളിക്കുന്ന ആളുകൾ അവർ ഒരു രാഷ്ട്രനിർമ്മിതി നടത്തിക്കൊണ്ട് ഈ പറയുന്ന ഒരു പ്രത്യേക ഒരു ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഈ ഇന്ത്യയെ, അവർ ഭാരതം എന്ന് വിളിക്കുന്ന ഇന്ത്യയെ മാറ്റുന്നൊരു ഘട്ടം. ഈ ഭാരതവർഷം എന്ന് പറയുന്ന ആ ഭാരതവർഷത്തിന് തകർച്ച നേരിടുകയും പ്രത്യേകിച്ച് മുസ്ലിം ആക്രമണങ്ങൾ എന്ന് വിളിക്കുന്ന ഇവർ പറയുന്ന ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് തടസ്സ നേരിടുകയും തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങൾ വഴിയായി നീണ്ടു നിൽക്കുന്ന 1000 വർഷത്തെ യുദ്ധം എന്ന് പറയുന്നതിൻ്റെ കാലഘട്ടം. അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാനുള്ള ഒരു പുതിയ കാലഘട്ടം. ഇങ്ങനെ ഉള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന തികച്ചും മിത്തിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ചരിത്രപരതയുടെയോ ജനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ജനജീവിതവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത, അതിൻ്റെ യഥാർത്ഥത്തിൽ ഗതിവിഗതികൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഉള്ള കേവലമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിച്ചമർത്തൽ രൂപം, ഒരു മർദ്ദന രൂപം എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സങ്കല്പം വ്യാപിക്കുമ്പോൾ ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന രാഷ്ട്രത്തിനും ഇതേ തരത്തിലുള്ള മർദ്ദക സ്വഭാവം ഉണ്ടായിരിക്കും എന്നുകൂടി നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുണ്ടായി വരുന്ന ഹിന്ദുരാഷ്ട്രത്തിനെ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും പരിശോധിക്കേണ്ട. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ ഹിന്ദുരാഷ്ട്രം ഉണ്ടാവുകയില്ലയോ എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയൊരു ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തെ നമുക്ക് ഇന്നത്തെ ലോകക്രമത്തിൽ എവിടെ പ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാഗോളീകരണത്തിൻ്റെതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുതലാളിത്തം, സാമ്രാജ്യത്വ രൂപത്തിൽ ഒരാഗോള പ്രതിഭാസമായിട്ട് വളർന്നു വരുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലുള്ള ജനത മുഴുവനും ഒരു കമ്പോള സമ്പദ്ഘടനയ്ക്കുള്ളിൽ വരുന്ന ആ കമ്പോള സമ്പദ്ഘടനയുടെ അതിൻ്റേതായിട്ടുള്ള ലോജിക്കിനുള്ളിൽ, യുക്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അതേ കാലഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉദാരീകരണത്തിൻ്റെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ മേലുള്ള, ആദിവാസികളുടെയും ദളിതരുടെയും ഒക്കെ മേലുള്ള നിരന്തരമായ ആക്രമണങ്ങളുടെ, അതുപോലെ തന്നെ സ്ത്രീകളും മറ്റും അനുഭവിക്കുന്ന ലൈംഗികമായും സാംസ്കാരികവുമായ പീഡനത്തിൻ്റെ ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള പുതിയ ഒരു മർദ്ദന രൂപങ്ങൾ വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള രാഷ്ട്രനിർമ്മിതി, ഒരു ഭാവി രാഷ്ട്രനിർമ്മിതി എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, എന്താണ് അതിൽ നിന്ന് ലക്ഷ്യമാക്കേണ്ടത്? ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശനിർമ്മിതി എന്ന് പറയുന്നത്, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കൊളോണിയൽ വിരുദ്ധ ദേശീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നു. അന്ന് കൊളോണിയൽ വിരുദ്ധ ദേശീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയെ സ്വതന്ത്രമായ ഒരു പരമാധികാര രാഷ്ട്രമാക്കി, അതായത് സമ്പദ്ഘടനയുടെ കാര്യത്തിൽ, സമൂഹരൂപങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ സാംസ്കാരിക രീതികളുടെ കാര്യത്തിലൊക്കെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാഷ്ട്രനിർമ്മിതി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് അത് നീങ്ങി. ഈ സ്വതന്ത്രമായ തീരുമാനങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെയാണ് മുമ്പ് പറഞ്ഞ ഗാന്ധിസത്തിലേക്കും സോഷ്യലിസത്തിലേക്കും നെഹ്റുവിയൻ സങ്കല്പങ്ങളിലേക്കും അങ്ങനെയുള്ള നിരവധി, രാം മനോഹർ ലോഹിയ, അംബേദ്കർ തുടങ്ങിയ നിരവധി ആളുകളുടെ സങ്കല്പങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് ഈ പറയുന്നൊരു സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചർച്ചകളാണ്. പക്ഷേ ആ ചർച്ചകളൊക്കെ തന്നെ ഇന്നിപ്പോൾ നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നും നടക്കുന്നില്ല. അതിന് പകരം നമുക്കിപ്പോൾ കാണുന്ന ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റേറിയൻ ഒരു ഭൂരിപക്ഷവാദത്തിൻ്റെ, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു രാഷ്ട്രസങ്കല്പത്തിൻ്റെ, ഭാവിയിൽ നടക്കുന്നൊരു ഹിന്ദു ദേശസങ്കല്പത്തിൻ്റെ, ആ ഹിന്ദു ദേശസങ്കല്പത്തിന് ആധാരമായിട്ടുള്ള ഭൂമിശാസ്ത്ര നിർമ്മിതിയുടെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച രീതിയിൽ ഹിറ്റ്ലറിൻ്റെയോ മുസോളിനിയുടെയോ
അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇതേ രീതി ചിന്തിച്ചിട്ടുള്ള റൈറ്റ് വിങ് ഫാസിസ്റ്റ് ചിന്തകന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ കാഴ്ചപ്പാടുകൾക്കോ സമാനമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള കാഴ്ചപ്പാട് ഇവയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് രംഗത്ത് വരികയും അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിബേറ്റിന് പ്രസക്തിയില്ലാതാവുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ ഡിബേറ്റ് എന്ന് പറയുന്നത് പ്രസക്തിയില്ലാതാകുന്ന മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ്. അതായത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഇസ്ലാമിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിസത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളുണ്ട്, സാമ്രാജ്യത്വ അനുകൂല നിലപാടുകളുണ്ടെന്ന് നമുക്കറിയാം. മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ദേശീയതയ്ക്ക് വ്യത്യസ്ത നിലപാടുകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അതത് പ്രദേശങ്ങളിലുള്ള ദേശീയതകൾ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ നാഷണലിസം എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുക്കുന്നവരാണ്. ലാറ്റിൻ അമേരിക്കയിലുള്ള നാഷണലിസം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള ഈ പുതിയ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടില്ല എന്നുള്ളത് മാത്രമല്ല, മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു സാമ്രാജ്യത്വ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതിലപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്ന് മാത്രമല്ല, സാമ്രാജ്യത്വത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപക്ഷെ അവരുടെ, അതായത് ഇപ്പോൾ അമേരിക്കയുടെയോ പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയോ വികസിത രാഷ്ട്രങ്ങളുടെയോ ഒക്കെ തന്നെ വിഭവങ്ങളും ആയുധശേഷിയും മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം ശക്തിപ്പെടുത്തുന്ന, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പറയുന്നൊരു കാര്യം, ഞങ്ങളിപ്പോൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2047, അത് മോദി അടുത്ത കാലത്തായിട്ട് സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്, 2047 ഇന്ത്യ ഒരു ഏറ്റവും വലിയ സൂപ്പർ പവേഴ്സിലൊന്നായി മാറും എന്ന് മോദി നിരന്തരമായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ സൂപ്പർ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഹിന്ദുത്വ വേദികൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ സങ്കല്പങ്ങൾ പരികൽപ്പനകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൂപ്പർ പവറായി മാറുന്ന ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം, ഒരു വശത്ത് സാമ്രാജ്യത്വത്തിൻ്റെ ഇന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ എല്ലാ നിലപാടുകളും പൂർണ്ണമായിട്ട് യോജിക്കുകയും അതേസമയം തന്നെ ഇന്ത്യക്കകത്ത് ദേശീയതയുടെ ഇതുവരെയുള്ള സങ്കല്പങ്ങളെ, അതായത് ദേശീയതയുടെ ഇതുവരെ നിലനിന്നിരുന്ന കൊളോണിയൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടേതായിട്ടുള്ള പശ്ചാത്തലത്തെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് അവയൊന്നും എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പറയുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന, ഒരുപക്ഷെ അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലതുപക്ഷ കണ്ണിയായിട്ട് നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തിലേക്കാണ് നമ്മളിവിടെ നീങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ ഗതിവിഗതികൾ എന്താണ് എന്നുള്ളത് ഭാവി കാലം മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ഇന്നത്തെ ഇന്ത്യൻ ജനതയുടെ മുഴുവൻ രാഷ്ട്രമായിരിക്കില്ല. അത് ഏതാണ്ട് വ്യക്തമാണ്. കാരണം ഇന്നത്തെ ഇന്ത്യൻ ജനതയുടെ 140 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ 70% മാത്രമാണ് ഹിന്ദുക്കൾ. ബാക്കി 30% എന്ന് പറയുന്നവർ ഹിന്ദുക്കളല്ലാത്തവരാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഇന്ത്യൻ ജനതയുടെ ഏതാണ്ട് 100 കോടിയോളം വരുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ ബാക്കിയൊരു 40 കോടി മറ്റുള്ളവരുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ കാണണം. ഈ 40 കോടി, അതിൽ മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, മറ്റു പലരും ഉണ്ടാവും, പാഴ്സികളുണ്ടാവും. ചിലരെ ഇവർ ഉൾപ്പെടുത്തും, ചിലർ ഉൾപ്പെടുത്തില്ല. അതൊക്കെ തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യും എന്ന് വരുമ്പോൾ ഈ 40 കോടി ജനങ്ങളുടെ ജീവിതമെന്ന് പറയുന്ന സന്ദിഗ്ധാവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ പുറന്തള്ളപ്പെടുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും. മറ്റൊരു സംഗതി, അതിനോടൊപ്പം തന്നെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ ഇവരുടെ ഒരു പക്ഷേ സാമ്രാജ്യത്വ മോഹങ്ങളെ, അത് മോദി വളരെ വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് സാമ്രാജ്യമോഹങ്ങളുണ്ടെന്നുള്ളത്. അദ്ദേഹം ലക്ഷദ്വീപിൽ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. വീണ്ടും ആന്തമാനിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പോകുന്ന പ്രസംഗങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ സാമ്രാജ്യ മോഹങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഘടകം കക്ഷി എന്നുള്ള നിലയിലല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഘടകകക്ഷി എന്നുള്ള രീതിയിലുള്ള സാമ്രാജ്യത്വത്തിൻ്റെതായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തിലെ
ഹിന്ദുക്കളല്ലാത്ത മറ്റ് ജനവിഭാഗങ്ങൾക്കെല്ലാത്തിനും എതിരായിട്ട് തിരിക്കുന്ന ഒരു രാഷ്ട്രമായി മാറുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ചെറുകിട ചില പ്രദേശ സബ് ഇമ്പീരിയലിസ്റ്റ് എന്നൊക്കെ വിളിക്കും, ഒരു അർദ്ധ സാമ്രാജ്യത്വ ശക്തിയായി മാറുകയും അവർ ഒരു പക്ഷേ ഈ ചുറ്റുപാടുള്ള ജനവിഭാഗങ്ങളൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും കീഴടക്കുകയും യുദ്ധസന്നാഹത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ടൊരു ടർബുലൻറ്റ് പവർ, അല്ലെങ്കിൽ എപ്പോഴും കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു ശക്തി എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങാം. ഇതൊക്കെ കാണിക്കുന്നത് ഒരു പക്ഷേ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വികസനം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുഴുവൻ എതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്ര രൂപീകരണമാണ് ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ പേരിൽ RSS BJP നടത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുകൊണ്ട് തീർച്ചയായും ചിലർക്ക് അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ പറയുന്ന ഇന്ത്യ അതിവേഗത്തിൽ ഒരു ശക്തിയായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു ചെറിയ വിഭാഗത്തിന് ഒരു 2% ആളുകൾക്ക് അവർക്ക് ഇന്ത്യയിലുള്ള സ്വത്തിൻ്റെ മുഴുവൻ അവകാശം കിട്ടുക എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിൽ ഒരു ചെറു വിഭാഗത്തിന് നേട്ടങ്ങൾ കൊയ്യാം. പക്ഷേ അതേസമയം തന്നെ ലോകത്തിൻ്റെ 800 കോടിയോളം വരുന്ന ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1/6 ഭാഗമാണ് ഇന്ത്യക്കാർ. ഈ 1/6 വരുന്ന ഇന്ത്യക്കാർ എന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും ദരിദ്രരാണ്. ബഹുഭൂരിപക്ഷവും ഇപ്പോഴും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ളവരാണ്. ലോക സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും താഴെത്തട്ട് കിടക്കുന്ന ഈ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അവരുടെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്കെന്ത് ഹിന്ദു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഈ ഹിന്ദു രാഷ്ട്രം കൊണ്ട് അവർക്കെന്താണ് പ്രയോജനം? കാരണം അവരുടേതല്ലാത്ത, അവരേതോ ഒരു മതത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അവരിവിടെ ജീവിക്കുന്നു, ഏതോ ഒരു ചില വിശ്വാസങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം വിശ്വാസങ്ങളെ പിന്തുടരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലും ഈ പറഞ്ഞ RSSൻ്റെ ആശയ സംഹിതകളോടൊന്നും അവർക്ക് പ്രത്യേകിച്ച് യാതൊരു വിധേയത്വമോ താല്പര്യവും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ലോകഘടനയിലോ സ്വന്തം സമൂഹഘടനയിലോ ഉണ്ടാവുക എന്നുള്ളത് നമ്മളിവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ വരുന്ന ദേശവിരുദ്ധമായ ജനവിരുദ്ധമായ ഈ പറയുന്ന പുതിയ രാഷ്ട്രസങ്കല്പം, ഞാൻ ദേശവിരുദ്ധമെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തം ഈ ജനസംഖ്യയുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ഉണ്ടായി വരുന്നത് ഒരു ദേശീയ മോചന പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ദേശം ഉണ്ടായി വരുന്നത്. ആ ഇന്ത്യൻ ദേശമല്ല ഇവരുടെ മനസ്സിലുള്ള ഹിന്ദു ദേശസങ്കല്പം എന്നുള്ളതുകൊണ്ട് ഇത് ദേശവിരുദ്ധമായി മാറുന്നു. രണ്ടാമത് ജനവിരുദ്ധമായി മാറുന്നത് ഇവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ മൊത്തം ഇടയിലേക്ക് നീതിയുക്തമായിട്ടുള്ള വിതരണം നടത്തുന്നതിന് പകരം ഇവർ ഒരു വിഭാഗത്തിലേക്ക്, ഒരു മതവിഭാഗത്തിലേക്ക് മാത്രം വിതരണത്തെ ചുരുക്കുന്നു എന്നുള്ളതുകൊണ്ട് ജനവിരുദ്ധമായി മാറുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ദരിദ്രവൽക്കരിക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിനെതിരായിട്ട് ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ വളർച്ചയെ മാത്രം കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് മൊത്തത്തിലുള്ള രാഷ്ട്രത്തിൻ്റെ സങ്കല്പങ്ങളും ഇത് വിരുദ്ധമായി മാറുന്നു. അങ്ങനെയുള്ള ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിന് ഇത് മുമ്പ് ഹിറ്റ്ലറിൻ്റെ കാര്യത്തിൽ ചോദിച്ചതാണ്, മുസോളിനിയുടെ കാര്യത്തിൽ ചോദിച്ചതാണ്, ഫ്രാങ്കോയുടെ കാര്യത്തിൽ ചോദിച്ചതാണ്, സലാസർ എന്ന് പറയുന്ന പ്രശസ്തനായ പോർച്ചുഗീസ് ഫാസിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് ഇതേ പ്രശ്നം തന്നെ ഉയർന്നു വന്നതാണ്. ഇങ്ങനെ നിരവധി ഫാസിസ്റ്റുകൾ, ലോകത്തിൽ വളർന്നു വന്നിട്ടുള്ള ഫാസിസ്റ്റുകളിലൊക്കെ തന്നെ എതിരായിട്ട് ഈ പറയുന്ന ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ നിലകൊള്ളുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ നിലകൊള്ളുന്നത് ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അതോ നിങ്ങൾ കരുതുന്ന ഒരു അതിഭൗതിക സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന, നിങ്ങളൊരു പക്ഷേ സ്വപ്നത്തിൽ കാണുന്ന, ഭാവനയിൽ കാണുന്ന ഏതോ ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി, ആ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഇവിടുത്തെ സമസ്ത ജനവിഭാഗങ്ങളെയും താല്പര്യങ്ങളെ അടിച്ചമർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന അബദ്ധജടിലമായ, ചരിത്രവിരുദ്ധമായ, ദേശവിരുദ്ധമായ സങ്കല്പത്തിനെതിരെ നമുക്ക് പോരാടാനായിട്ട് കഴിയുക. അങ്ങനെയുള്ളൊരു പോരാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക്
പോകുന്നില്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് പോലെയുള്ളൊരു പശ്ചാത്തലം വരുമ്പോൾ ചെറിയ ചില ഇളക്കങ്ങൾക്ക് പോലും ചിലപ്പോൾ വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഗുണപരമായ വശം ഈ പറയുന്നൊരു ഡെമോക്രാറ്റിക് സ്ട്രക്ചറിനുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ അന്തിമമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതോടുകൂടി നമുക്ക് ഈ ചരിത്രപരമായിട്ടുള്ളൊരു അന്വേഷണം ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. വളരെ നന്ദി.